ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്നെ എനിക്കാണിപ്പോ മനസ്സിലാക്കാൻ പറ്റാത്തത്. നീ ഇന്ന് കടയിൽ നിന്ന് എന്നോടൊരു വാക്ക് പോലും പറയാതെ എവിടെയായിരുന്നു പോയത്? അത് ഞാൻ റബേക്കെ കാണാൻ പോയതാ. റബേക്കെ കാണാൻ ഒരു പച്ച കാറിലാണോ പോയത്? പച്ച കാറോ? ഞാൻ ഓട്ടോയിലാ പോയത്. കാറിലല്ലേ പോയത്? അല്ല. നീ അവിടെ നിന്ന് പോയത് വലിയൊരു ഹോട്ടലിലേക്കും അല്ല? ഹോട്ടലോ? അതെ, ഒരു സ്റ്റാർ ഹോട്ടൽ. ഏട്ടൻ പറയുന്നതൊന്നും എനിക്കറിയില്ല. ഏത് പച്ചക്കാറ്, ഏത് സ്റ്റാർ ഹോട്ടൽ? ഞാൻ പോയത് റബേക്കെ കാണാനാ. പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്തു. ഏട്ടൻ പുറത്തെവിടെയോ പോയി വരുമ്പോ ഞാൻ ഷോപ്പിലില്ലായിരുന്നോ? എന്താ എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചോദിക്കാതെ പറ്റുമോ? MBBS കംപ്ലീറ്റ് ചെയ്യാത്തൊരു കുട്ടിക്ക് എന്നോ തുടങ്ങാൻ പോകുന്നൊരു ഹോസ്പിറ്റൽ ടീം 1 കോടിയോളം രൂപ തന്നു എന്ന് പറഞ്ഞാൽ അത് അതേപടി അങ്ങ് വിശ്വസിക്കാൻ ഈ ഏട്ടനെ കൊണ്ട് പറ്റില്ല. നീ പറയുന്നത് 100% പച്ചക്കള്ളമാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോഴും എന്റെ വിസ്മയമോള് ഈ ഏട്ടനോട് കള്ളം പറഞ്ഞ് ചതിക്കില്ല എന്നൊരു വിശ്വാസം മാത്രമാണ് എന്റെ മുന്നിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ വിശ്വാസം തകർന്നാൽ പിന്നെ ഇങ്ങനൊരു അനിയത്തി എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് ചോദിക്കുക, നീ പറഞ്ഞ ആ ഹോസ്പിറ്റൽ ടീം തന്നെയാണോ നിനക്ക് ഇത്രയും പണം തരുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആണ് സത്യം. ഏട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. വിശ്വസിക്കാം. ഞാൻ എന്നെക്കാളും എന്റെ അനിയത്തെ വിശ്വസിക്കാം. പക്ഷേ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ഇത്രയധികം കാശ് തന്ന് തുടങ്ങാൻ പോകുന്നൊരു ഹോസ്പിറ്റലിലേക്ക് നിന്നെ നിയമിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് എനിക്കൊന്ന് കാണണം. എന്താ, കാണാൻ പറ്റില്ലേ? കാണാം. പക്ഷേ അവർ അബുദാബി അടക്കം പല രാജ്യങ്ങളിലും ഹോസ്പിറ്റലിൽ നടത്തുന്നവരാ. പിന്നെ ഇപ്പൊ ഇന്ത്യയിലില്ല. അടുത്ത മാസം വരും. അപ്പൊ കാണിച്ചു തരാം. അതുപോരെ? നിക്ക്. ഇത്രയും കാശ് തരുമ്പോ നീ എന്തോ എഗ്രിമെന്റിൽ ഒപ്പിട്ടു എന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞത്. ഒരു എഗ്രിമെന്റും സൈൻ ചെയ്യാതെ, ഒരു പരിചയവും ഇല്ലാതെ നിനക്ക് ഇത്രയും കാശ് അവര് തരില്ലല്ലോ. അതിന്റെ ഒരു കോപ്പി നിനക്ക് തന്നു കാണുമല്ലോ. അതെവിടെ? അതൊന്ന് കാണിച്ചു തന്നെ. അത് പിന്നെ അവരെനിക്ക് മെയിൽ ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്. വിസ്മയ, ഞാൻ വിനേട്ട, ഞാൻ വിനേട്ടനെ എവിടെയൊക്കെ നോക്കി. കല്യാണത്തിന് ഞാൻ ഇത് കൊടുത്താ പോരെ? കൊള്ളല്ലേ ഇത്? ഞാൻ പറഞ്ഞതൊന്നും വിനേട്ടൻ വിശ്വസിച്ചിട്ടില്ല. ഇതാ നോക്കി. ഈ കളറ് നന്നായിട്ടല്ലേ? എനിക്ക് ചേരുന്നില്ലേ? അതോ ഇത് വേണോ? അതോ ഇതാണോന്നല്ലേ? അത് ഇത് മതി. നിങ്ങൾ എവിടെ എത്തി? ആണോ? ശരി ശരി. ശങ്കുണ്ണി, അജി വന്നില്ലേ കഴിക്കാൻ? ഇല്ല, ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. ഇനി ഭർത്താവിനൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ശങ്കുണ്ണി വിളമ്പി കൊടുക്കാൻ പോവണ്ട. ഇന്ദീവരത്തിലെ ഡൈനിങ് ഹാൾ ഓരോരുത്തർക്ക് തോന്നിയ പോലെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻറ്റീൻ അല്ല. മനസ്സിലായല്ലോ? ഓ, മനസ്സിലായി. നിൽക്കടി അവിടെ.
അവൻ വന്ന് ഇരുന്നില്ല. അപ്പോഴേക്കും നീ എങ്ങോട്ടാ എഴുന്നേറ്റ് പോകുന്നത്? എന്താ നിങ്ങൾക്കിപ്പോ പ്രശ്നം? പ്രശ്നമുണ്ട്. നിന്റെ ഭർത്താവാണോ ആയിരിക്കുന്നത് അതോ അന്യപുരുഷനോ? ഹലോ, നിങ്ങൾ എന്റെ ഭർത്താവാണോ അതോ അന്യപുരുഷനോ? ഉത്തരം പറയൂ. നോട്ടം കണ്ടിട്ട് എവിടെയോ എന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതായിരിക്കും മണ്ടനെ പോലെ ഈ നോക്കുന്നത്. അസത്തെ ആരാടി മണ്ടൻ? ആദ്യം ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കണം. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നാണ് കാരണവന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്നിച്ചിട്ടേ ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങാറുള്ളൂ. ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ട് ആ ഇലയിലോ പ്ലേറ്റിലോ ആണ് ഭാര്യമാർ ഭക്ഷണം കഴിക്കാറുള്ളത്. ചുരുങ്ങിയ പക്ഷം നീ കഴിക്കുന്നതിന് മുൻപ് അവനെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഒപ്പം അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം വിളമ്പിക്കൊടുക്കാം. ഓ, ഞാൻ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തില്ലെങ്കിലേ അജയ് ഘോഷ് അങ്ങ് പട്ടിണി അടക്കാൻ പോവല്ലേ. വിശക്കുമ്പോ ആവശ്യമുള്ളവര് ഭക്ഷണം എടുത്ത് കഴിച്ചോളൂ. കുഞ്ഞായിരിക്കുമ്പോഴാ മക്കളെ ഒക്കത്തിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നതും മാറിക്കൊടുക്കുന്നതും ഒക്കെ. അല്ലെങ്കിൽ തന്നെ ദാമ്പത്യത്തിലെ ഭർത്താവിന് മാത്രം എന്ത് പ്രത്യേകതയാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യയും ഭർത്താവും ലൈഫ് പാർട്ണർമാരാണ്. രണ്ടാൾക്കും തുല്യ ഉത്തരവാദിത്വവും തുല്യ പദവിയും. അല്ലാതെ ഭർത്താവിന്റെ എച്ചില് തിന്നാനൊന്നും ഒരു പെൺകുട്ടിയും കിട്ടില്ല ഇക്കാലത്ത്. അല്ലെങ്കിൽ അജി പറയട്ടെ, ഞാൻ അയാളുടെ എച്ചില് തിന്നണോ വേണ്ടയോന്ന്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്കേ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ഓരോ വ്യക്തിയും വേറെ വേറെയാ. അതുകൊണ്ടായിരിക്കും രണ്ടുപേരും രണ്ട് മുറിയിൽ ഉറങ്ങുന്നത്. പകല് തുല്യ പദവി, പങ്കാളിത്തം, പാർട്ട്നേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഉരുട്ടുമ്പോ അതെങ്ങനെ രണ്ട് തട്ടിലാവുന്നെന്നാ ഞാൻ. Stop it. This is ridiculous. ഹിന്ദി വരത്തിലുള്ളവർ ഉറങ്ങുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ കിടക്കുന്നു എന്ന് എത്തി നോക്കാൻ വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരുടെ ദാമ്പത്യത്തിലേക്കും ബെഡ്റൂമിലേക്കും എത്തി നോക്കുന്നതാണോ ഇന്ദീവരത്തിന്റെ യശസ്സും പാരമ്പര്യവും? ഇതിപ്പോ രാത്രിയായി. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോവാൻ ബുദ്ധിമുട്ടാ. നേരം വെളുക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഇവിടെ നിക്കണോ പോണോന്ന്. നീ എന്താ ഭക്ഷണം കഴിക്കാത്തെ? കഴിക്കാതെ തന്നെ നിറഞ്ഞു. ഇനി കുറച്ച് ഉറങ്ങണം. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. ഇത്രമാത്രം എടുത്തുചാട്ടവും തർക്കുത്തരവും തോന്നിയവാസവും കാണിക്കുന്ന ഒരു പെണ്ണിനെ നീ എന്തിനാടാ ഇപ്പോഴും ചുമക്കുന്നേ? നീ ഒരു വാക്ക് പറ. നാളെ ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് നീങ്ങാം നമുക്ക്. നിങ്ങളെ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതാണ് ദാമ്പത്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലാവാത്തത്. അതുകൊണ്ട് ആദ്യം ഒരു കല്യാണത്തിന് ശ്രമിക്ക്. എന്നിട്ട് മതി എന്നെ ഉപദേശിക്കാൻ വരുന്നത്, കേട്ടോ? അതെ ശകുണി, താൻ അകത്തേക്ക് പോയേ. ഓ
നല്ല ബെസ്റ്റ് അമ്മമാരും നല്ല ബെസ്റ്റ് മകനും. അതെ, ഒന്നുകിൽ ഇവനൊരു മണ്ടനാണ്, അല്ലെങ്കിൽ മണ്ടം കളിക്കുന്നു. പുറമേക്കില്ലെങ്കിലും മനസ്സുകൊണ്ട് ഭാര്യയുടെ സാരിത്തുമ്പ് പിടിച്ചടക്കുന്ന ഇവന്റെ രക്തത്തില് ഒരു കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ വിസ്മയ്ക്ക് കൊടുത്ത 1 കോടി കടലിൽ കളഞ്ഞു വിചാരിക്കും. അവക്ക് ദിവ്യഗർഭം ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. ഇവനൊട്ട് അളകനന്ദയെ വിട്ട് നമ്മളോടത്ത് സഹകരിക്കുകയില്ല. ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചുവട് മാറ്റി പിടിക്കുക. അളകനന്ദ മരിച്ചാലേ നിങ്ങളുടെ സ്വപ്നം നടക്കൂ. എന്താ, അതിലേക്ക് നീങ്ങട്ടെ ഞാൻ. കാപ്പി. ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ മോനെ? കാപ്പി കുടിക്കേ. അതെ, ഇതുകൂടി ശങ്കുണ്ണേട്ടൻ ചെയ്താ എനിക്കിവിടെ വല്ല ജോലി ഉണ്ടാവോ? മോൻ ജോലി ചെയ്യാനാണോ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? എനിക്ക് എവിടെയായാലും 1 മിനിറ്റ് വെറുതെ ഇരിക്കാനാവില്ല ശങ്കുണ്ണേട്ടാ. എപ്പോഴും വർക്ക് ലോഡ് ഉണ്ടാവണം. അപ്പോഴേ ഞാൻ ആക്റ്റീവ് ആകൂ. കോഫി കിടിലൻ. ഓ, ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇതിനൊന്നും സമയം കിട്ടില്ലായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ കൂടെ വെറുതെ കളിക്കാൻ കുട്ടികളുണ്ടെങ്കിലേ ജീവിതത്തിന് ഒരു രസം ഉണ്ടാവൂ. ഒരിക്കൽ കൂടി പറയാം, ശങ്കുണ്ണേട്ടന്റെ കോഫി സൂപ്പർ. ഇത് അമേരിക്കയിൽ പോലും കിട്ടില്ല. ശങ്കുണ്ണേട്ടൻ എന്തുണ്ടാക്കിയാലും അതിന്റെ ടേസ്റ്റ് വേറെ ലെവലാ. ഓ, മതി മതി. മോൻ എങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞാലും ശങ്കുണ്ണേട്ടൻ ഈ ലെവലിലേ നിൽക്കൂ. ഒരു കുട്ടി വേണമെന്ന് ഞാൻ പറയാതിരിക്കാൻ പെട്ടെന്ന് റൂട്ട് മാറ്റി പിടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും മുന്നിൽ മോൻ കാണിക്കുന്ന സാമർഥ്യം അപാരമാണെന്ന് ഞാൻ പറയും. ശങ്കുണ്ണേട്ടാ, നമ്മളോട് അടുപ്പമുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ നൈസായിട്ട് സ്ലിപ്പാവുന്നത്. അതൊരിക്കലും ഒരു സാമർഥ്യമൊന്നുമല്ല. കുടുംബത്തിലെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരുതരം ഞാണിന്മേൽ കളിയാണ്. ഒരാൾക്ക് ആ അവസ്ഥ വരുമ്പോഴേ അത് മനസ്സിലാവും. ഞാൻ ഇറങ്ങി. ഞാനിപ്പോ എത്തും. എനിക്കെന്റെ വണ്ടി എടുക്കണം. ഈ കാറൊന്ന് മാറ്റിയിട്. നീ എങ്ങോട്ടാ ഈ പോകുന്നത്? ഞാൻ എങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് എന്താ? ഞാൻ എങ്ങോട്ടെങ്കിലും പോയി തൊലയിട്ടെന്നല്ലേ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. ഈ കാറൊന്നും എടുത്ത് മാറ്റുന്നുണ്ടോ? എനിക്ക് ഇറങ്ങണം ഇവിടുന്ന്. ഇല്ല, നിന്നെ ഞാനിപ്പോ എവിടേക്കും വിടുന്നില്ല. വാ, അകത്തിരുന്ന് സംസാരിക്കാം. എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ആരാ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്ന ഉറപ്പല്ലേ? അതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. അത്ര തന്നെ. നിങ്ങൾ കാർ മാറ്റുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇടിച്ചു മാറ്റി ഞാൻ പോവും. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. കാറേ, നീ ഇടിച്ചു മാറ്റിപ്പോ, എന്നിട്ട് മതി സംസാരം. ശരി ശരി, കാണണം നിങ്ങൾക്ക്. എങ്കിൽ കാണിച്ചു തരാം. വണ്ടി ഇറങ്ങടി. ഇറങ്ങാൻ.
വണ്ടി നശിപ്പിക്കാൻ വന്നാ ഞാൻ നിന്റെ കാറിലിട്ട് കത്തിച്ചു കളയും. മനസ്സിലായോടി? അജി, ഏയ്, വിട്. എന്ത് തോന്നിവാസം നിങ്ങൾ ഈ കാണിക്കുന്നേ? എന്റെ ഭാര്യ തല്ലാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? അജി, അമ്മ ഇതിൽ ഇടപെടരുത്. വലിയ പ്രായമില്ലെങ്കിലും എന്റെ അമ്മാവന്റെ സ്ഥാനമുണ്ട് ഇയാൾക്ക്. ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാനിട്ടല്ല. ഇയാളും നിങ്ങളും എല്ലാം മറന്നു പോകുന്നത് ഇതെന്റെ ഭാര്യയാണെന്നുള്ളതാ. തെറ്റ്. ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു, അത് ഇന്നലെ വരെ. ഇപ്പൊ നിങ്ങൾ എന്റെ ആരുമല്ല. ആരും. ഇയാൾ എന്നെ തല്ലിയെങ്കിൽ അത് ചോദിക്കാനും നിയമപരമായി മുന്നോട്ട് പോകാനും സ്വയം എനിക്കറിയാം. അതിന് എനിക്കൊരുത്തന്റെ സപ്പോർട്ട് വേണ്ട, നിങ്ങളുടെയും. മതിയാക്കടി നിന്റെ അധിക പ്രസംഗം. ഇവൻ നിനക്ക് ആരുമല്ലെങ്കിൽ നീ എന്ത് അധികാരത്തിലാ ഇനി ഈ മുറ്റത്ത് നിന്ന് ചലിക്കുന്നത്? നീ ഇവിടെ കാണിച്ച അഹമ്മതി കണ്ട് ക്ഷമിക്കുന്നതേ ഇവൻ ഒരാളെ മാത്രം വിചാരിച്ച. പിന്നെ നീ ഒരു പെണ്ണാണെന്ന് കൂടി വിചാരിച്ചിട്ടോ? അയ്യോ, അങ്ങനെയാണോ അപ്പൊ വിചാരം? ഒരു പെൺകുട്ടിയാണെന്ന് നിങ്ങളുടെ ഔദാര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അങ്ങ് മൂക്കിൽ വലിച്ച് കയറ്റിയേനെ. എടി, നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടും. നിങ്ങൾ ഈ കൽപ്പിച്ചതുണ്ടെന്നും അളകുന്നെന്ന് പറയേണ്ടത് പറയത് പോവില്ല അമ്മായിയമ്മേ. പെണ്ണാണെന്ന പരിഗണനയും വേണ്ട എനിക്കിനി. അതെ അതെ, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലാത്ത നിന്നെ ഒരു പെൺകുട്ടിയായി ഞങ്ങൾ കരുതിയിട്ടില്ലടി. നീ പ്രസവിക്കത്തില്ലടി. എന്തു പറഞ്ഞു? എന്തു പറഞ്ഞു നിങ്ങള്? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറ, എന്റെ മുഖത്ത് നോക്കി കേക്കട്ടെ ഞാൻ. പറ നിങ്ങള്, പറയാൻ. എന്റെ അമ്മയ്ക്ക് നേരെ വന്ന നിന്നെ ഞാൻ എടി, എന്റെ മോനെ തല്ലി നിന്നെ ഞാൻ. നിർത്ത. എന്റെ നേരെ കിടന്ന് ചാടാതെ. 10 വർഷം കൂടെ ജീവിച്ചിട്ടും എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത നിങ്ങളുടെ മോനാതെ നിങ്ങളൊരാണാക്ക്. ഞാനിവിടെ എല്ലാവരും കേൾക്കാനായിട്ട് പറയുക, നിങ്ങളുടെ ഈ മോനെ വിട്ട് ഞാൻ മറ്റൊരാണിന്റെ കൂടെ ഉടൻ ജീവിച്ചു തുടങ്ങും. 10 മാസം തികയുമ്പോ ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പൊ മനസ്സിലാവും ആരുടെ കഴിവുകേട് കൊണ്ടാ ഇവിടെ ഒരു കുഞ്ഞുണ്ടാവാതെ പോയതെന്ന്. മിണ്ടരുത് നിങ്ങള്. ഇല്ലടി, നിന്നോട് മിണ്ടുന്നില്ല. എനിക്ക് നിന്നെ കാണാൻ വേണ്ട. പോയിവിടുന്ന്, ഇറങ്ങിപ്പോടി.
ദിവസവും ഈ നിമിഷം ഓർത്തു വെച്ചോ നിങ്ങള്? ഈ വീടിന്റെ അസ്ഥിവാര ഇളക്കലാണ് ഇനി എന്റെ ലക്ഷ്യം. ആ, നിങ്ങൾ മൂന്നാളെ ഇവിടെ മണ്ണിനടിയിലാക്കിയിട്ട് ഞാൻ അവനെ എന്റെ അടിമയാക്കിയിട്ട് ഇവിടെ വാഴും. അളകനന്ദയുടെ വാക്ക്